ഹൈക്കോടതിയുടെ നിർദ്ദേശം പിണറായി വിജയന്റെ മുഖത്തേറ്റ പ്രഹരം സംസ്ഥാനത്തെ മുഴുവൻ സ്ത്രീകളോടും മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും കാലം പൂഴ്ത്തിവെച്ചതിന് സംസ്ഥാന സർക്കാർ കേരളത്തിലെ സ്ത്രീകളോട് മാപ്പ് പറയണമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. ഹൈക്കോടതിയുടെ നിർദ്ദേശം പിണറായി സർക്കാരിന്റെ മുഖത്തേറ്റ പ്രഹരമാണെന്നും കെ. സുരേന്ദ്രൻ പ്രസ്താവനയിൽ പറഞ്ഞു. 4 കൊല്ലം റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിന് ഹൈക്കോടതി സർക്കാരിനെ നിർത്തിപ്പൊരിച്ചു. സിനിമാ മേഖലയിലെ മാത്രമല്ല സംസ്ഥാനത്തെ മുഴുവൻ സ്ത്രീകളോടുമുള്ള വെല്ലുവിളിയാണ് ഇടതുപക്ഷ സർക്കാർ നടത്തിയത്. ഇത്രയും സ്ത്രീവിരുദ്ധമായ സർക്കാർ കേരളം ഭരിച്ചിട്ടില്ല. ഹേമ കമ്മിറ്റി പൂർണ്ണ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് വിടാനുള്ള കോടതിയുടെ തീരുമാനം സർക്കാരിന് കനത്ത തിരിച്ചടിയാണ്. മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അപ്പീൽ കൊടുക്കാനുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം സർക്കാർ അട്ടിമറിക്കുകയായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തെ കൂട്ടിലിട്ട തത്തയാക്കാനായിരുന്നു തുടക്കം മുതൽ സർക്കാർ ശ്രമിച്ചത്. വേട്ടക്കാരോടൊപ്പമാണ് തങ്ങളെന്ന് പിണറായി വിജയനും സംഘവും പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. CPM-ന്റെ സ്ത്രീവിരുദ്ധ നിലപാടിലെ ഇരട്ടത്താപ്പ് ജനങ്ങൾക്ക് ബോധ്യമായെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. RSS-നെ നേരിട്ട് ജീവൻ നഷ്ടമായ പാർട്ടിയാണ് CPM എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. RSS-നെ പ്രീണിപ്പിക്കേണ്ട ഘട്ടം CPM-ന് ഉണ്ടായിട്ടില്ലെന്നും പിണറായി പറഞ്ഞു. RSS ശാഖ സംരക്ഷിക്കുന്നതിന് ആളുകളെ വിട്ടുനൽകിയെന്ന് പരസ്യമായി പറഞ്ഞത് KPCC അധ്യക്ഷനാണ്. തലശ്ശേരി കലാപത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് മാത്രമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. CPM കോവളം ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. RSS നേതാക്കളുമായി ADGP അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയത് എന്തിന് എന്ന വിവാദം ചർച്ചയാകുമ്പോഴാണ് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ മറുപടി. RSS ADGP കൂടിക്കാഴ്ചയിൽ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിയ പിണറായി എന്തോ വലിയ കാര്യം നടന്നുവെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുവെന്നും പറഞ്ഞു. RSS ശാഖയ്ക്ക് ഞാൻ കാവൽ നിന്നു എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവ് ആര്? മറന്നുപോയോ? വലിയ അഭിമാന പുരസരമല്ലേ നാടിനോട് അത് വിളിച്ചു പറഞ്ഞത്? RSS ശാഖയ്ക്ക് കാവൽ നിൽക്കുന്ന RSS-കാരനെ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇത് കോൺഗ്രസ് നേതാവാണല്ലോ, എന്തേ സൗകര്യപൂർവ്വം അത് മറയ്ക്കുന്നതെന്നും പിണറായി ചോദിച്ചു. RSS ശാഖ സംരക്ഷിക്കുന്നതിന് ആളുകളെ വിട്ടുനൽകിയെന്നെ KPCC പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞത്. ആർക്കാണ് RSS ബന്ധം? തലശ്ശേരി കലാപകാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ കാവൽ നിന്നിട്ടുണ്ട്. ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ തകർക്കാൻ വരുന്ന സംഘപരിവാരുകാരെ നേരിടുന്നതിന് വേണ്ടിയെന്നും പിണറായി വിജയൻ പറഞ്ഞു. അവരിൽ നിന്ന് ആരാധനാലയങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി. തലശ്ശേരി കലാപത്തിൽ പലർക്കും പലതും നഷ്ടപ്പെട്ടു. ആഭരണം നഷ്ടപ്പെട്ടു, പണം നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു. ജീവൻ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് മാത്രമായിരുന്നു. സഖാവ് UK കുഞ്ഞിരാമന്റെ ജീവൻ. അത് ഈ സംഘപരിവാറുകാരെ തടയാൻ നിന്നതിന്റെ ഭാഗമായിട്ടാണ്. അവർ ചെയ്തത് RSS-ന്റെ ശാഖയ്ക്ക് സംരക്ഷണം നൽകലായിരുന്നു എന്നും പിണറായി വിജയൻ പറഞ്ഞു. RSS-ന്റെ തലതൊട്ടപ്പൻ ഗുരുജി ഗോൾവാൾക്കറിന്റെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി RSS ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. പരിപാടിയിൽ ഗോൾവാൾക്കറിന്റെ ചിത്രമുണ്ട്, മുമ്പിൽ വിളക്കുണ്ട്. അത് കൊളുത്തി ഗോൾവാൾക്കറിന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ വണങ്ങി കുമ്പിട്ട ചിത്രം ആരുടേതായിരുന്നു? ഞങ്ങൾ ആരുടേതെങ്കിലും ആണോ എന്നും പിണറായി ചോദിച്ചു. എന്നാൽ പ്രസംഗത്തിൽ എവിടെയും ADGP RSS കൂടിക്കാഴ്ച എന്തിനായിരുന്നു എന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പരാമർശിച്ചില്ല.